നിങ്ങളുടെ ബിസിനസ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ സെയിൽസ് എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. പൊതുവെ പല ബിസിനസ്സുകാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് മാത്രമാണ് സെയിൽസ് നടക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂ സെയിൽസ് നടക്കണം, ന്യൂ ബിസിനസ് നടക്കണം. അതുകൊണ്ട് തന്നെ കോൾഡ് കോളുകളെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ്. എന്താണ് കോൾഡ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ മുന്നേ ഫോളോ അപ്പ് ചെയ്ത ചില നമ്പറുകളോ അല്ലെങ്കിൽ ചില അൺനോൺ നമ്പറിലേക്കോ നമ്മൾ പോകുന്നതിനെയാണ് കോൾഡ് കോൾ എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ സെയിൽസ് ടീമിലെ അംഗങ്ങൾക്ക് ഇത് വിളിക്കാനുള്ള ചില പേടിയോ അല്ലെങ്കിൽ ചില താല്പര്യമോ ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പൊതുവേ സെയിൽസ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിങ്, അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ, അത് കഴിഞ്ഞ് സെയിൽസ് ക്ലോസിംഗ് ആണ്. എന്താണ് പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു കോഴ്സ് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ കോഴ്സ് അതിൻ്റെ ആവശ്യക്കാർ കേരളത്തിൽ ഏകദേശം ഒരു 20 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം പേര് വാങ്ങണമെന്നില്ല. ഇത് ആദ്യം അവർ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇത് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിങ്കിലൂടെ ഒരുപാട് പേര് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന അംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അംഗങ്ങൾ കൂടുന്തോറും നമ്മുടെ സെയിൽസിൻ്റെ കൗണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോസ്പെക്റ്റിംഗ് ആണ് ഒരു സെയിൽസിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്പെക്റ്റിൻ്റെ എണ്ണം കൂട്ടുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ കസ്റ്റമേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബിസിനസ്സിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെയിൽസിൽ ഒരു മന്ത്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ പുതിയ കസ്റ്റമറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു ടാർഗറ്റ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. എന്നിട്ട് അവരോട് പറയണം, നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഇത്ര പുതിയ കസ്റ്റമേഴ്സ് വരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് ടീമിനെ നോർമലി നിങ്ങൾ സെയിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1% ആണ് നിങ്ങൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പുതിയ കസ്റ്റമേഴ്സിൽ നിന്നാണെങ്കിൽ നിങ്ങളത് 2% ആയിട്ട് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സെയിൽസ് ടീമിന് അതിൽ നിന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും മോർണിംഗിൽ ഈ കോൾഡ് കോൾ അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മോർണിംഗിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. അതുകൂടാതെ ഇതിന് പ്രത്യേകമായൊരു റിപ്പോർട്ട്, നിങ്ങളൊരു ഫൗണ്ടറോ ഒരു ഓണ്ടർപ്രണറോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരോട് പറയണം, ഇതിനൊരു പ്രത്യേക റിപ്പോർട്ട് തരണം, ഏത് പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടി. എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോഴാണ് മനസ്സിലാവുക ഇത് എന്താണ് പ്രശ്നം. ഒരുപക്ഷെ നിങ്ങളുടെ സെയിൽസ് ടീമിനെ വിളിക്കാനുള്ള പേടിയായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യക്കുറവായിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. മൈൻഡ് സെറ്റ് മാറ്റാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പുതിയ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ബുക്കുകൾ, പുതിയ വീഡിയോസ്, ഇതൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ ഒരുപക്ഷെ നിങ്ങൾ അവരെ ഒരു പേഴ്സണൽ ചാറ്റോ അല്ലെങ്കിൽ ഒരു 1-to-1 സിറ്റിംഗ് ഇരുന്നിട്ട് എന്താണ് പ്രശ്നം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ പുതിയ ബിസിനസ് എന്ത് ചെയ്യുക? നടക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വെച്ച് മാത്രം നിങ്ങൾ സെയിൽസ് വെച്ച് നിങ്ങൾ ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ലഭിക്കുന്നത് അതുമാത്രം ഒരുപക്ഷെ ലഭിക്കണമെന്നില്ല, അതും കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഒക്കെ പുതിയ കസ്റ്റമേഴ്സിനെയും പുതിയ ബിസിനസ്സുകളും ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജി, ഞാൻ മുമ്പ് പറഞ്ഞ സ്ട്രാറ്റജികളൊക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.